ഐഡിയ സ്റ്റാർ സിംഗറിന്റെ മേഖലയിട്ട് കടന്നു വന്നത് അതിന്റെ പ്രോത്സാഹനം അമ്മച്ചി തന്നെയാണ്. ഉറപ്പായിട്ടും എനിക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നത് രണ്ടും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. സെക്യുലറും അതേസമയം ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് എനിക്ക് ക്രൈസ്തവ മേഖലയിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. മറ്റേത് ഞാനൊരു 3-4 മണിക്കൂറത്തേക്ക് ആളുകളെ തുള്ളിക്കുന്നു, ആളുകളെ സന്തോഷിപ്പിക്കുന്നു. ആ ആളുകളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റമോ മെച്ചമോ ഞാൻ കൊടുക്കുന്നില്ല. ഒരാളുടെ ജീവിതത്തെ ദൈവം തൊഴുന്നെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ ഒരു വലിയ സംഭവമല്ലേ. അങ്ങനെ ആളുകൾ ഇളക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ പിന്നെ ചില പാട്ടുകൾ സ്പീഡിൽ പാടും, അതിനെ നമ്മൾ വർഷിപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യും. അപ്പൊ അതുവരെയും ചെയ്ത വർഷിപ്പല്ല. സ്പീഡ് പാട്ടുകൾ പാടിയാലേ വർഷിപ്പ് ആവത്തുള്ളൂ. ബാക്കിയുള്ളവരെ ആരാധിപ്പിക്കുന്ന കാര്യം നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ ആരാധിക്കുക. ഇത് നിന്റെയും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു എക്സ്പ്രഷനാണ് വർഷിപ്പ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും പെട്ടെന്ന് പാടാൻ പറ്റുന്ന ഇറ്റ് വാസ് നോട്ട് വർഷിപ്പ്. അവിടെ ആരാധനയല്ല സംഭവിച്ചുകൊണ്ടിരുന്നത്. ഏതൊരു പബ്ബിലോ ബാറിലോ നടക്കുന്ന സെയിം സാധനം തന്നെയാണ്, ആ ഒരു സെയിം ഇമോഷൻ തന്നെയാണ് അവിടെ നടന്നിട്ട്. പാട്ടിന്റെ ഓളത്തിനൊത്തും ശരിയാണ്, നമ്മൾ കൈയടിച്ച് നമ്മൾ എന്താ പാടുന്നെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. വരികളിലൊന്നും നമ്മുടെ ഫോക്കസ് പോകുന്നില്ല. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഇപ്പൊ KV സൈമൺ സാറിന്റെ എത്രയോ പാട്ടുകളാണ് നമ്മുടെ ആരാധനാ യോഗങ്ങൾക്കും ഇറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ കൾച്ചർ, ക്രിസ്ത്യൻ കൾച്ചർ. പക്ഷെ അദ്ദേഹം കർണാട്ടിക് മ്യൂസിക് പഠിക്കാനായിട്ട് പൂണൂലിട്ട് പോയി ഒരു ഭാഗവതരുടെ കീഴിൽ നിന്ന് പഠിച്ചിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇനി പാടാം. സോ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി വ്യത്യസ്തമായിരുന്നു. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു പഠിക്കാനായിട്ടുള്ളൊരു മാർഗമായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഞാനല്ലാതെ ദേവന്മാരെ നിങ്ങൾക്ക് ഉണ്ടാകരുത്. വേറൊരു കാര്യം പോലും നമ്മുടെ എടുക്കാൻ പാടില്ല. വേറൊരു കാര്യം പറയാം. ഞങ്ങൾ ഈ സൈമൺ സാറിന്റെ കാര്യം പറയുമ്പോൾ സൈമൺ സാറിന്റെ പാട്ടുകളെ ഞങ്ങൾ വളരെ വിമർശന വിധേയമാക്കിയിട്ടുള്ള ആൾക്കാർ കൂടിയാണ്. അതിൽ വന്ന് സൈമൺ സാറിന്റെ നല്ല പാട്ടുകളുണ്ട്, നമ്മളെ ആത്മീയമായി ചിന്തിപ്പിക്കുന്ന ഉത്തേജിപ്പിക്കുന്ന പാട്ടുകളുണ്ട്, അല്ലാത്ത പാട്ടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു സ്വാധീനം വരുന്ന ആ നിലയിൽ ചിന്തിപ്പിക്കുന്ന ചില പാട്ടുകളുണ്ട്. അതിന് വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അതൊക്കെ അറിയാതിരിക്കാം. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു രീതി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭൂഷണമല്ല. ആ ഒരു രീതി ഭൂഷണമല്ല. നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സംഗീതം പഠിപ്പിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ആ നിലയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാനൊക്കെയുള്ള ഒരു നിലയിൽ ആളുകൾ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. ഉണ്ട്. പാട്ട് ഗ്രാൻഡ് മദർ പ്രചോദിപ്പിച്ചു. അതുകൂടാതെ ഈ സംഗീതം ആ നിലയിൽ വേറെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അല്ലാതെ ക്രൈസ്തവ സംഗീത ശുശ്രൂഷയിൽ ആ നിലയിൽ പഠിപ്പിക്കലോ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് നമ്മൾ കുഞ്ഞിലെ ചർച്ചിൽ പാടുന്നതല്ലാതെ അങ്ങനെ വേറെ അതിനായിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. കർണാടക സംഗീതം പഠിച്ചതിൻ്റെ ഒരു ഇതുണ്ടോ എന്ന് പറഞ്ഞാൽ ആ നിലയിലൊരു എന്താ, അത് പഠിച്ചതിൻ്റെ ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. കാരണം എസ്പെഷ്യലി ഇപ്പോൾ പറഞ്ഞ പോലെ സൈമൺ സാറിന്റെ പല പാട്ടുകളും അത് ആ കർണാടക സംഗീതം അതിന്റെ ഒരു അഭ്യസനം അത് ഉള്ളത് കൊണ്ട് തന്നെ ചില പാട്ടുകൾക്ക് കൊടുക്കേണ്ട ആ ഒരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ആ ഫ്ലേവർ കൊടുത്ത് തന്നെ പാടാൻ കഴിയുന്നു. അത് പഠിച്ചതിന്റെ ഗുണം അത് തീർച്ചയായും ഉണ്ട്. സ്റ്റാർ സിംഗറിൽ പോയതിന്റെ ഗുണം തീർച്ചയായും ഉണ്ട്. കാരണം അത് നമ്മളെ സ്റ്റേജിൽ ആയിരിക്കുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയും സ്റ്റേജ് ഹാൻഡിലിങ്ങും ഇതെല്ലാം സ്റ്റാർ സിംഗറിൽ നിന്നുണ്ടായ അറിവുകളാണ്. അതെല്ലാം നമ്മുടെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ആ പഠിച്ചതൊക്കെ. പക്ഷെ ഇപ്പം തിരിഞ്ഞ് എന്നോട് ചോദിക്കുക അപ്പൊ പഠിച്ചത് തെറ്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരവില്ല. എനിക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട വഴി അതായിരുന്നു. ആ വഴി പക്ഷെ ഫൈനലി I got to be here. അല്ല, അതാ ഞാൻ പറഞ്ഞ ആ ഒരു ചോദ്യം വരുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പം ഇവൻ കടന്നു പോയ ആളുകൾക്കും ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു കൺഫ്യൂഷനുള്ള ഒരു ചോദ്യമാണത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആളുകൾ അത്തരം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതും. അപ്പോൾ നമ്മുടെ വിശ്വാസവുമായിട്ടത് ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മറ്റൊരു ഇതിലേക്ക് വരുമ്പോൾ ഈ സുവിശേഷം പങ്കുവെക്കുന്നതിനെ, സുവിശേഷം പറയുന്നതിനെ
ഇപ്പോൾ സംഗീതം പാട്ട് പാടുന്ന രീതിയിലല്ലാതെ സുവിശേഷം ഫലപ്രദമായി കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതികളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറുണ്ടോ? എങ്ങനെ പാട്ടിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കാറുണ്ടോ? സുവിശേഷം പാട്ടുകളിലൂടെ എന്നുള്ള ഒരു രീതി വരുമ്പം ഇപ്പം കൂടുതലും പാട്ടുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലോടും അങ്ങനെയൊക്കെയാണ്. അതെ അതെ. ഇപ്പം ഞാൻ വന്ന കാലത്ത്, ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന സമയങ്ങളിൽ ക്രിസ്ത്യൻ മ്യൂസിക് ഇപ്പൊ ഞാൻ ആയിരുന്ന സെക്യുലർ വേദിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ ആദ്യം അവിടെ ഉള്ള മ്യൂസിഷ്യൻസ് വരെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അവനൊരു പള്ളിപ്പാട്ടുകാരനാകുമ്പോൾ ഉണ്ട് ഉറപ്പായിട്ട്. അപ്പം അവര് കണ്ടിരുന്നത് ഈ ക്രിസ്ത്യൻ മ്യൂസിക് എന്ന് പറഞ്ഞ ശാഖയെ അവര് കണ്ടിരുന്നത് വളരെ ഇൻഫീരിയർ ആയിട്ടാണ്, എന്തോ കുറഞ്ഞൊരു സംഭവം, ആ രീതിയിലാണ് കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് ഈവൻ ഗോസ്പൽ മ്യൂസിക് എന്ന് പറയുന്നത് ഈവൻ സെക്യുലർ മ്യൂസിക്കിനെയും അതിന്റെ കൂടെ അല്ല, അതിലും അപ്പുറമായ അതിന്റെ ക്വാളിറ്റിയും എല്ലാം മാറിക്കഴിഞ്ഞു. ഇന്ന് അവര് പോലും നോക്കിക്കാണുന്ന ഒരു മേഖലയായി ഇത് മാറി ഗോസ്പൽ മ്യൂസിക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം, ഇവരിങ്ങനെ പറയുമ്പോൾ അത് ഈ ചരിത്രം പഠിക്കാത്തതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇവിടെ വന്ന് ഈ സംഗീതത്തെയും അതുപോലുള്ള കലകളെയൊക്കെ ഇവിടെ പ്രോത്സാഹിപ്പിച്ചത്. ഇവിടുത്തെ നാടകം, അതുപോലെ തന്നെ കഥ, കവിത, ഇതൊക്കെ ഉണ്ടാകാൻ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ ഒരുപാട് പ്രയത്നം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ക്രൈസ്തവ സംഗീതത്തിന് വലിയൊരു ചരിത്രമുണ്ട് ഇവിടെ. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പരിപോഷിപ്പിച്ച് എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റൊന്നിലേക്ക് തിരിയേണ്ടതായിട്ടും ആ നിലയിൽ പോകേണ്ടതായിട്ടും വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. പള്ളിപ്പാട്ടുകാരനാണെങ്കിൽ പള്ളിപ്പാടാൻ പോകുന്ന ആളാണ്. പക്ഷെ അവസാനം ഇതിപ്പം നമ്മളെടുത്ത പാതയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നതുകൊണ്ട് തന്നെ ഇന്ന് കാര്യങ്ങൾ മാറിയപ്പം ഇന്ന് അവരാൽ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ഉണ്ട്. അവിടെ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയുണ്ട്. എസ്പെഷ്യലി ഡ്യൂറിങ് കോവിഡ് നമ്മള് എസ്പെഷ്യലി മ്യൂസിഷ്യൻസ് എല്ലാവരും സഫർ ചെയ്തൊരു സമയം, എല്ലാവരും സഫർ ചെയ്തു. പക്ഷെ അവിടെയൊക്കെയും ഇന്നത്തെക്കാളും വളരെ എന്താ പറയാ സ്മൂത്ത് ആയിട്ടാണ് ദൈവം കൊണ്ടുപോയ കാര്യം. അവരുടെ മുമ്പില് ദൈവം നമ്മുടെ കൊമ്പ് ഉയർത്തി നിർത്തി എന്നൊക്കെ പറയുന്ന രീതിയിലായിരുന്നു. അപ്പൊ അവര് എന്നോട് ലിറ്ററലി ചോദിച്ചു, എടാ എങ്ങനെയാടാ നിങ്ങളുടെ കാര്യമൊക്കെ നടക്കുന്നത്? പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ, നടക്കും. യഹോവ ഇരേ എന്ന് പറയുന്ന സംഭവം അതൊരു വലിയ വാസ്തവമാണ്, ദൈവം കരുതുന്നുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതം ആസ് എ മ്യൂസിഷ്യൻ നമ്മുടെ പാട്ടുകൾ അവർ കേൾക്കുന്നുണ്ട്, അതേസമയം നമ്മുടെ ജീവിതവും കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സന്തോഷവും സമാധാനവും അവർ കാണുന്നുണ്ട്. സോ അവര് തന്നെ ടെസ്റ്റിഫൈ ചെയ്യുക ഇന്ന് നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ആൻഡ് അവര് തന്നെ ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയങ്ങൾ വന്ന് പറയും, എടാ ഈ കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൂ, നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ അവര് തന്നെ കാണുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു കൈ അവര് കാണുന്നുണ്ട്. അങ്ങനെ തന്നെ പലരോടും ഷെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് ഷെയർ ചെയ്യാം. എന്റെ ഇപ്പോഴും സെക്യുലറിൽ എന്റെ പല ഫ്രണ്ട്സും ഉണ്ട്. എനിക്ക് ഇപ്പോഴും ആ കണക്ഷൻസ് എല്ലാവരുമായിട്ട് ആ ബന്ധം പുലർത്തുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവര് ചിരിച്ചും കളിച്ചിരിക്കുക. പക്ഷെ അവരുമായിട്ട് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവര് നമ്മുടെ മുമ്പിൽ പൊട്ടും. കാരണം ഉള്ളിൽ അവര് തകർന്ന് നുറുങ്ങിയായിരിക്കും. വലിയ മനസ്സംഘർഷങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ അവർ ചിരിച്ചും കളിച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഇവർ എൻ്റർടൈൻ ചെയ്യുന്ന ആളുകളായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ സംഘർഷങ്ങളെ സോൾവ് ചെയ്യാൻ ആരുമില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ ഒരാളുണ്ട്. നമ്മുടെ മനസ്സംഘർഷങ്ങളെ സോൾവ് ചെയ്യാൻ, നമ്മുടെ വിഷമങ്ങളെ പരിഹരിക്കുവാൻ, നമുക്ക് പങ്കുവെക്കുവാൻ ഒരാളുണ്ട് അല്ലേ? അപ്പം ഇവരോട് സുവിശേഷമായ നിലയിൽ പങ്കുവെക്കാറുണ്ട്. ഉറപ്പായിട്ടും പങ്കുവെക്കാറുണ്ട്. കാരണം പങ്കുവെക്കാനുള്ള ഏറ്റവും വലിയ മാധ്യമം എന്ന് പറഞ്ഞാൽ ഒന്ന് പാട്ടുകളുണ്ട്, 2 ടെസ്റ്റിമണീസ് ഉണ്ട്. നമുക്ക് ദൈവം തരുന്ന അനുഭവങ്ങൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടി ദൈവം തരുന്നത്. അത് ഇവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരെ ശരിക്കും അത്ഭുതപ്പെട്ട് കാണാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? നടക്കും. അതാണ് ഞങ്ങളുടെ ദൈവം എന്ന് ഞങ്ങൾക്ക് പ്രൗഢിയോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നു. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പം നമുക്കൊക്കെ ജീവിതത്തില് നമ്മുടെ ബൈബിൾ വായിക്കുന്നു, നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ഓരോ കാര്യങ്ങളെ പറ്റിയും അതിന്റെ വാല്യൂസ് ഉണ്ട്. പുറത്തുള്ളവർക്ക് അതൊന്നുമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞോളെ നമ്മുടെ ഒരു കാര്യം സോൾവ് ചെയ്യാൻ അവർക്ക് ആരുമില്ല, അവർക്ക് അവരുടെ പ്രത്യാശ വെക്കാൻ ആരുമില്ല. നമുക്ക് അങ്ങനെ ഒരാളുണ്ട്, എങ്ങനെ ജീവിക്കണമെന്നുള്ള മാർഗം തന്നിട്ടുണ്ട്. ഈ ക്രിസ്തീയ ഗാനങ്ങളെ ഇനി പാടത്തുള്ളൂ അങ്ങനെ ഒരു സംഭവം പറഞ്ഞില്ലായിരുന്നു.
അങ്ങനെ പറഞ്ഞതിന് ശേഷം സെക്യുലർ ഫീൽഡിലുള്ള ആരെങ്കിലും അങ്ങനെ വിളിച്ചതെന്താ അങ്ങനെ തീരുമാനം എടുത്തേ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഉത്തരം അന്ന് ഇന്നും സെയിം തന്നെയാണ്. ഞാൻ ഇതിൽ മൂല്യം കണ്ടു, അതുകൊണ്ട് തിരഞ്ഞെടുത്തു. അല്ലാതെ അത് മണ്ടത്തരാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞാൻ എടുക്കുന്ന സമയത്ത് എൻ്റെ ഗ്രൂമേഴ്സും ഞാൻ അഡ്വൈസ് ചോദിച്ചിരുന്ന പലരും എന്നെ അങ്ങനെയാണ് പറഞ്ഞടാ നീ ഇത് എടുക്കുന്ന മണ്ടത്തര. ഗ്രൂം ചെയ്തത് ക്ലബ് ഓഫ് എമ്മിലെ അല്ല, ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ തന്നെ ഗ്രൂമേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ. അല്ലാതെ എൻ്റെ ഗുരുക്കന്മാരുണ്ടായിരുന്നു. അവരോടെല്ലാം പറയുമ്പോൾ അവരൊക്കെ പറയുന്നടാ ഇതുവരെയും നിന്നെ കൊണ്ടുവന്നത് ക്രൈസ്തവ കോളത്തിലുള്ളവരൊന്നുമല്ല. ഇതുവരെ നിന്നെ സപ്പോർട്ട് ചെയ്തത് ഈ എല്ലാവരും ആ നിന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു മേഖലയെ കൊണ്ടുവന്നത്. പെട്ടെന്ന് നീ ഒരു തീരുമാനം എടുത്ത് ഇനിയിപ്പോ നീ ഈ ഒരു മൈനർ ക്രൗഡിനെ മാത്രമേ കേറ്റർ ചെയ്യത്തുള്ളൂ, അവരുടെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ എന്ന് പറയുന്നത് ഇവരോട് ചെയ്യുന്ന അനീതിയാ. ദൈവം നിനക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, സോ യൂസ് ഇറ്റ് ഫോർ ദ വേൾഡ്. ഒരു വ്യക്തി കേട്ട ന്യായമില്ലേ? ന്യായമുണ്ട്. പക്ഷെ ഇതെന്റെ പേഴ്സണൽ ഡിസിഷനാണ്. അതായത് എനിക്ക് ആ ഒരു സമയത്ത് അവര് ആക്ച്വലി എന്റെ ഭാവി ഓർത്താ രാവിലെപ്പെട്ടത്. അവരുടെ എന്നോട് നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് അവർ പറയുന്നത്. കാരണം അവര് പറഞ്ഞ ഇതാ, ഞാൻ ഈ തീരുമാനം എടുത്തു കഴിയുമ്പോ ആദ്യത്തെ കുറെ നാള് നീ ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ സമൂഹം നിന്നെ എടുത്തോണ്ട് നടക്കും. കുറച്ച് കഴിയുമ്പോ അവര് നിന്നെ സൈഡിലാക്കി അടുത്ത ആള് വരും, അവരെ കൊണ്ട് നിന്റെ ഭാവി അങ്ങ് പോവാ. പിന്നെ നിനക്ക് തിരിച്ച് സെക്യുലറിലോട്ടൊരു റീ എൻട്രി ഇല്ല. അത് നീ നോക്കണ്ട, ചിന്തിക്കണ്ട. നിന്റെ ജീവിതം തീർന്നു, നിന്റെ പാട്ട് തീർന്നു. അതായി തീരും മോനെ, നീ ആലോചിച്ച് തീരുമാനം എടുക്കാം. ശരി, അപ്പൊ എന്റെ ഭാവി എന്തായി തീരുന്നു ആയിരുന്നു എന്റെ ചോദ്യം. ഉണ്ടായിരുന്നു. 2012 ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്. 2011 സ്റ്റാർ സിംഗർ ഫിനിഷ് ചെയ്തു. 1 ഇയറോളം ഞാൻ ഇത് രണ്ടും ചെയ്തു. എന്നിട്ടാണ് ഞാൻ ഈ തീരുമാനത്തിലേക്ക് വരുന്നത്. പക്ഷെ ആ സമയം എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് ദൈവം എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. വളരെ നിർണായകമായിട്ടുള്ള സമയങ്ങളിൽ ദൈവം ചില പാട്ടുകളെ എന്റെ ജീവിതത്തിലേക്ക് വിടും. ആ പാട്ടുകളാണ് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. നമുക്കതിന് ദൈവ ശബ്ദമായിട്ട് ചിന്തിക്കാം. ദൈവം ആ നിലയിൽ സംസാരിക്കുന്നു. മുമ്പേ ഉള്ള പാട്ടുകളായിരിക്കാം, പക്ഷെ ആ സമയത്താണ് ഈ പാട്ട് എന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. എന്റെ ജീവിതത്തിലേക്ക് ആ സമയത്ത് വന്നത് താൻ വാഴുകയാൽ ആകുലമില്ല പാടാമോ? താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കൈയിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. എന്റെ ചോദ്യത്തിന്റെ ഉത്തരവാദ ഞാനിപ്പോ ആ 4ാമത്തെ വരില്ല ജീവിക്കുന്നു. എത്ര ധന്യമേ ഈ ലോക ജീവിതം. ആ ധന്യതയില് ദൈവം നടത്തും. ഇതുവരെയും തിരിഞ്ഞു നോക്കാൻ ദൈവം ഒരു സമയത്ത് പോലും അനുവദിച്ചിട്ടില്ല. അത് ഒന്നുകൂടി പറഞ്ഞ, ഈ പ്രശസ്തി ആ നിലയിൽ ചിന്തിച്ചിട്ടില്ല. ഞാൻ പ്രശസ്തനല്ലാതായി തീരും, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കൈവരേണ്ട പ്രശസ്തി, ആളുകൾ അറിയേണ്ട ഒരു തലമുണ്ടല്ലോ, ഒരു എൻ്റർടൈൻ ചെയ്യിക്കുന്ന ആളെന്ന നിലയിൽ അത് ഇല്ലാതാകും എന്നൊരു ആശങ്ക വന്നിട്ടില്ല. അതിനൊരു കാരണം ഞാൻ എൻ്റെ മാതാപിതാക്കളെയാണ് അതിൽ താങ്ക് ചെയ്യുന്നത്. കാരണം കുഞ്ഞിലെ മുതലേ ഞങ്ങളെ എപ്പോഴും ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ കുത്തിവെക്കുന്ന ചില വാല്യൂസ് ഉണ്ട്. അതായത് ക്രിസ്ത്യൻ വാല്യൂസ്. നമ്മൾ എവിടെ പോയാലും ജീവിതത്തിൽ ഏത് തലത്തിൽ ചെന്നാലും ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം സ്ട്രാറ്റജിക്കലി എന്നെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുക തന്റെ പർപ്പസിന് വേണ്ടി. അവിടെ നമ്മൾ എവിടെ ചെന്നാലും നമ്മളൊരു വഴി കണ്ടെത്തണം. ദൈവത്തെ ഷെയർ ചെയ്യാനും ദൈവനാമത്തെ അവിടെ മഹത്വീകരിക്കാനും നമ്മളൊരു വഴി കണ്ടെത്തിയേ പറ്റത്തുള്ളൂ എന്നുള്ളത് കുഞ്ഞുനാൾ മുതലേ ഞങ്ങളുടെ തലയിലോട്ട് ഇങ്ങനെ തിരികെ കയറ്റിക്കൊണ്ടിരുന്നു. ആ ഒരു ഇന്റൻഷനിലാണ് സ്റ്റാർ സിംഗറിന്റെ ഫൈനലിൽ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ ഞാൻ നിൽക്കുമ്പോൾ, ഫൈനലിൽ ഞാൻ 3ാം സ്ഥാനമെന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ എന്റെ മനസ്സിൽ ദിസ് ഈസ് മൈ ചാൻസ്, ഇത് ദൈവം എനിക്ക് തന്ന ചാൻസ്, ഇവിടെ എനിക്ക് ദൈവനാമത്തെ ഉയർത്തണം എന്നുള്ള ഇന്റൻഷനിലാണ് എന്റെ മനസ്സിലേക്ക് ഇത്രത്തോളം അങ്ങനെ ഒരു ചിന്ത ആ സമയത്ത് വന്നതാണോ? ആ സമയത്ത് ഓൺ ദ സ്പോട്ട് വരികയും ഇത്രത്തോളം യഹോവ സഹായിച്ചു അവിടെ പാടാൻ ദൈവമായിട്ട് അവർ യേശുദാസ് നിൽക്കുന്ന വേദിയിലായിരുന്നു അല്ലേ? അത് ഞാൻ എൻ്റെ ഒരു ഇമ്പൾസ്, കാരണം എന്നെ വളർത്തിക്കൊണ്ട് വന്ന ആ രീതിയില്ല, ആ ഇമ്പൾസിൽ ഞാൻ അത് ചെയ്തു. പക്ഷെ ആ ചെയ്ത പ്രവൃത്തിയുടെ ഇമ്പാക്ട് അത് ദൈവം ഏറ്റെടുത്തു, ദൈവനാമം മഹത്വപ്പെട്ടു. തീർച്ചയായിട്ടും ആ ഒരു ഇമ്പാക്ട് ഇന്നും എന്നെ കാണുന്ന പലരും ഇന്നും അവരതാ ഓർത്തിരിക്കുന്നത്. ഞാൻ 10-70ഓളം പാട്ട് കാണാപ്പാടാൻ പഠിച്ച് ആ ഷോയിൽ പാടി. പക്ഷെ അതിനൊന്നുമല്ല, ദൈവം ആ 4 പേര് പാടിക്കാൻ വേണ്ടി എന്നെ അവിടം വരെ അത് ഇന്നലെ എന്നോട് ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അത് അങ്ങനെ പാടിയതും അങ്ങനെ ദൈവനാമത്തെ ഉയർത്തിയതും അത് വലിയൊരു കാര്യമാണ് അത്രയും ആളുകളുടെ മുമ്പിൽ.
അതിനുശേഷം അങ്ങനെ പാടിയതിന് ശേഷം ജഡ്ജസോ അങ്ങനെ പ്രധാനപ്പെട്ട ആരെങ്കിലും വന്ന് അങ്ങനെ ഏതെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞോ? ഏഷ്യാനെറ്റിൻ്റെ അന്ന് ഷോയുടെ പ്രൊഡ്യൂസറായിരുന്ന സജു ഡേവിഡ് സാറ്, ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു ഷോയുടെ പ്രൊഡ്യൂസറായിരുന്നു അദ്ദേഹം. അന്നത്തെ ലൈവ് കഴിഞ്ഞ് ഞാൻ മേക്കപ്പ് റൂമിൽ നിൽക്കുക, അദ്ദേഹം വന്ന് ഹീസ് ഓൾസോ ബിലീവർ. പുള്ളി വന്ന് പറഞ്ഞു, എടാ നീ ചെയ്തതിന് ഇച്ചിരി ഗട്സ് വേണമായിരുന്നു, അത് നീ ചെയ്തു, നല്ല കാര്യം. ലൈവ് ആയതുകൊണ്ട് ഇത് കയറിപ്പോയി, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങളുടെ ചാനൽ പോളിസി അനുസരിച്ച് ഇത് ഇങ്ങനെ കയറ്റി വിടാൻ പറ്റത്തില്ല. പക്ഷെ ലൈവ് ആയതുകൊണ്ട് ഇത് പോയി. പക്ഷെ നാളെ റീടെലികാസ്റ്റ് വരുമ്പോൾ ഞങ്ങൾ ഇത് എഡിറ്റ് ചെയ്ത് കളയും, കാരണം അത് ചാനൽ പോളിസിയാണ്. പക്ഷെ എനിവേസ് ഐ അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയത്. അത് വളരെ നല്ല കാര്യം. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മള് ശരിയാ, പ്രശസ്തിയും കാര്യങ്ങളൊക്കെ നല്ലതാണ്, എനിക്കത് ദൈവം തന്നു. പക്ഷെ അതൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതാണ് ദൈവം നോക്കിക്കാണുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഞാനൊരു വഴി നിന്റെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ നീ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് ദൈവം നോക്കിക്കാണുന്നു. അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും ദൈവനാമത്തിന് വേണ്ടി മാത്രം നിൽക്കുക. പൗലോസ് ലീഗ പറയുന്ന പോലെ സംഗീത ശുശ്രൂഷകരാണെങ്കിലും പ്രസംഗകരാണെങ്കിലും ആരാണെങ്കിലും ക്രിസ്തു ആണല്ലോ നമ്മളിൽ വളരേണ്ടത്, ക്രിസ്തുവിനെയാണല്ലോ കാണേണ്ടത്. അതെ, ആ ക്രിസ്തുവിലാണ് നമ്മൾ പ്രസിദ്ധരായി തീരേണ്ടത്. പൗലോസ് ലീഗ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ പ്രസിദ്ധരായ. അപ്പോൾ ആ നിലയിൽ അറിയപ്പെടുകയും ആളുകളെ സ്വാധീനിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വേറൊരു കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ചതേ, ഈ പാട്ടുകൾ പാടുമ്പോൾ അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ പാട്ടുകൾ തിരഞ്ഞെടുക്കാറുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. അപ്പം അങ്ങനെയല്ലാത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ ഫെയ്ത്ത്, ക്രിസ്ത്യൻ ഫെയ്ത്തിനെ എതിരായിട്ടുള്ള ഇപ്പം ഒരുപാട് അപകടകരമായിട്ടുള്ള ദൈവശാസ്ത്രങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത്തരം ദൈവശാസ്ത്രങ്ങൾ ഈ പാട്ടിലൂടെ ഇങ്ങനെ തിരികെ കയറ്റുന്നുണ്ട്. അത് മനസ്സിലാക്കി അതിനെ അവോയ്ഡ് ചെയ്യാറുണ്ടോ? ഇങ്ങനെ പാടാൻ നിർബന്ധിക്കാറുണ്ടോ അങ്ങനെ വേദികളിൽ ചെല്ലുമ്പോൾ? പറയാറുണ്ട്, ഈ പാട്ട് പാടാവോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നിലെ ഞാൻ പറയും എനിക്ക് അറിയത്തില്ലെന്ന് പറയും. പിന്നെ ഈ ബുദ്ധിമുട്ടുണ്ട് പാട്ട് പാടുന്നത്. ഇനി അങ്ങനെയുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ ഇത് അറിയത്തില്ല എന്ന് പറയുന്നത് ഈ കാരണത്താണ്. അങ്ങനെ എടുക്കുന്നതിൽ സാരമില്ല. നമുക്ക് കർത്താവിനോട് ട്രൂ ആയിട്ട് നിൽക്കണം. നമുക്ക് നേരായിട്ട് അദ്ദേഹത്തോട് മാത്രം നേരായിട്ട് നിന്നാൽ മതി. നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനെക്കാട്ടിലും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ മതി. നമ്മുടെ ഇടയിൽ കാണുന്നൊരു വലിയൊരു പ്രവണത, നമ്മുടെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള അപകടകരമായിട്ടുള്ള ദൈവശാസ്ത്രം പറയുന്ന ആളുകൾ പ്രസംഗിക്കാനായിട്ട് നമ്മുടെ പല വേദികളും കൊണ്ടുവരുന്നെന്ന് മാത്രമല്ല, അത്തരം വേദികളിൽ അങ്ങനെയുള്ള വേദികളിൽ മാത്രമല്ല, ഇങ്ങനെയുള്ളവർ ഉണ്ടാക്കുന്ന ഈ പ്രസംഗിക്കാൻ കടന്നു വരുന്നവർ, അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അവരൊരുക്കുന്ന വേദികളിൽ നമ്മുടെ ഈ പിള്ളേർ, ഇവിടെ നമ്മുടെ വേദികളിൽ പാടുന്ന പിള്ളേർ അവിടെ പോയി പാടി ആ നിറയിൽ ഒരു പെർഫോമൻസ് നടത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ഭയങ്കര അരോചകത്വമല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും പോയി കീർത്തനം പാടുന്നു, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോകുന്നു, അന്യ ദൈവ ആരാധനയെ ഉയർത്തുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ടോക്ക് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഈ നിലയിൽ പെർഫോം ചെയ്യുന്നവരെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? അങ്ങനെയുള്ളവരെ തിരുത്താൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? തിരുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പം പലപ്പോഴും നമ്മുടെ മ്യൂസിഷ്യൻസ് ഓൾമോസ്റ്റ് ഇന്നത്തെ സാഹചര്യങ്ങൾ ഞാൻ പലരുമായിട്ട് സംസാരിക്കാറുണ്ട് ഈ കാലം. കാരണം ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തിന്റെ പോക്ക് കാണുമ്പോൾ നമുക്ക് പല രീതിയിലും വിഷമങ്ങളുണ്ട്. അങ്ങനെയുള്ള മിനിസ്ട്രീസിനെ നമ്മുടെ പല കൂട്ടുകാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴും വിഷമമുണ്ട്. ലിറ്ററലി അവര് ഈ ദുരുപദേശം അങ്ങനെ തന്നെയാ പറയാം. അപ്പൊ അങ്ങനെ അത് ദുരുപദേശം പ്രസംഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് പബ്ലിസൈസ് ചെയ്യപ്പെടുന്ന വേദികളിൽ നമ്മുടെ കൂട്ടുകാർ സുഹൃത്തുക്കളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. ആ സമയത്ത് എന്റെ ഏറ്റവും വലിയ വിഷമം എന്നത് ഈ ദുരുപദേശം നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവര് ദൈവത്തെ കളിയാക്കല്ലേ? തീർച്ചയായിട്ടും ദൈവത്തെ പരസ്യമായി തന്നെ കളിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ശുശ്രൂഷ നടക്കുമ്പോ അവര് അവിടെ പാട്ട് പാടുന്നവരെന്തോ ചെയ്യുന്നു? അവര് ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യല്ലേ? അപ്പൊ ദൈവത്തെ കളിയാക്കുന്നവരുമായിട്ടുള്ള എന്റെ സൗഹൃദം ശരിയാണ്? അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഭയങ്കര വേദന ഉണ്ടാവും. എന്റെ വളരെ അടുത്തുള്ള സ്നേഹിതരാ, പക്ഷെ പലപ്പോഴും നമ്മുടെ കൂട്ടുകാര് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടോക്ക് ആ നിലയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലരും ഒരു ദേ ആർ ഓൾമോസ്റ്റ് ട്രാപ്ഡ്. ഒന്ന് അവരുടെ അതിജീവൻ, ചിലര് ഈ ചില ആൾക്കാരെ ചില പാസ്റ്റേഴ്സ് അവരെ കൊണ്ടുപോകുന്നു, അവരെ ടേക്ക് കെയർ ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അവര് ചോദിക്കുന്ന അച്ഛാ
എനിക്ക് നല്ലൊരു ബന്ധമുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ നോ പറയും? എനിക്കതിന് ഉത്തരവില്ല. പക്ഷെ ദൈവം ഞങ്ങൾക്ക് ആസ് എ ഫാമിലി ഞങ്ങൾക്ക് ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ മാത്രമല്ല സപ്പോർട്ട് ചെയ്തു പോകുന്നത്. നമ്മളെല്ലാവരെയും കർത്താവിനെ എവിടെയൊക്കെ നേരെ പ്രസംഗിക്കപ്പെടുന്നു അവിടെ എല്ലാം ഞങ്ങൾക്ക് പോകാൻ താല്പര്യമാണ്. ഞങ്ങൾ വി ആർ ഓപ്പൺ ടു ദാറ്റ്. പക്ഷെ ഒരു മിനിസ്ട്രിയോട് മാത്രം അലീജിയൻസ് കാണിച്ച് അങ്ങനെ പോകുമ്പം ഇൻ എ വേ വി ആർ ഗെറ്റിംഗ് ട്രാപ്ഡ്. നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് ഈ മ്യൂസിഷ്യൻസ് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതാണ്: ഞാൻ ദൈവത്തെയാണോ സേവിക്കുന്നത്, ഞാൻ ആരെയാ സേവിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ ആരെയാ സേവിച്ചു ചിന്തിക്കേണ്ട വിഷയം. അതാ നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ദുരുപദേശം പറയുന്ന വേദിയിൽ പോയി പാടുന്നവർ എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? ദുരുപദേശത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ ദൈവത്തെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ സത്യമായ സന്ദേശത്തെ, വചനവിരുദ്ധമായ സന്ദേശത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരത്തിലാണ് അവരതിന് പങ്കെടുത്തത്. അവരതിനെയാണ് പ്രോത്സാഹിപ്പിച്ചത്. ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷേ അവരുടെ ഈ മ്യൂസിഷ്യൻസിന്റെ സങ്കടം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൂടെ ഇരുന്ന് കരയാനേ നമുക്ക് മാർഗമുള്ളൂ. അല്ല, അതിൽ വേറെ പല ഇമോഷൻസ് നൽകുന്ന പല കാര്യങ്ങളുണ്ട്. അതെ. പക്ഷേ എനിക്ക് ശരിക്കും പറയാനുള്ളത്, നമ്മുടെ മ്യൂസിഷ്യൻസിന് ഇന്ന് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് വചനത്തിൽ കുറച്ചും കൂടെ അറിവ് റൂട്ടഡ് ആവണം. നമ്മൾ വെറുതെ പാട്ടും പാടി നടന്നിട്ട് കാര്യമില്ല. തെറ്റ് ഏതാണ് ശരി ഏതാണെന്നുള്ള വിവേചനം ഉണ്ടാവണം. എന്നിട്ട് ഇപ്പൊ ഞാൻ മിക്കവാറും ഇപ്പം കൺവെൻഷനുകൾ വരുമ്പോഴത്തേക്കും ഞാൻ ആദ്യം അവരോട് ചോദിക്കുന്നത്, ഇത് ഏത് ചർച്ചിന്റെ ചോദിക്കാറുണ്ട്. ചോദിക്കും, ഞാൻ വരുന്ന ശുശ്രൂഷിക്കുന്ന ദിവസം ആരാ പ്രസംഗിക്കുന്നത് അതും ചോദിച്ചിട്ട് എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഞാനൊന്ന് പോകാറുണ്ട്. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മള് അതല്ലേ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, വേറെ എന്തിനാ അന്നത്തെ ആ പരിപാടി എടുത്ത്? അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി, അത് മോശമായി, ആ സംഭവം ഒരു റോങ് കാര്യം അന്ന് അവിടെ നടന്നേ. ബ്രോ എന്തിനാ അത് എടുത്തതെന്ന് ചോദിച്ചപ്പോ, സാറേ നമ്മളവിടെ വർഷിപ്പ് ലീഡ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുമല്ലേ, നമ്മൾ നേരെ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് ഇറങ്ങും, ബാക്കി അവരെന്നാ ചെയ്ത് അത് അവരുടെ കാര്യം. ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെയല്ല, അതൊരു ഉത്തരവാദിത്തമില്ലായ്മയല്ലേ. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല സാറേ, എന്നാൽ നിങ്ങൾ വരുന്നതുകൊണ്ട് വന്ന ആത്മാക്കളുണ്ട് അവിടെ, തീർച്ചയായിട്ടും നിങ്ങൾ അവർക്കും കണക്ക് കൊടുക്കേണ്ടി വരും. യു ആർ അക്കൗണ്ടബിൾ ഫോർ ദോസ് സോൾസ് ടു. അപ്പം നമ്മള് എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. അവർക്കറിയില്ല എന്താണ് ശരിയായ ഫെയ്ത്ത്, എന്താണ് തെറ്റായ കാര്യം എന്താണെന്ന് അവർക്കറിയത്തില്ല. പാട്ടിലൂടെയും പ്രസംഗത്തിലൂടെയും കൊടുക്കുന്ന ഇൻഫർമേഷൻ റോങ് ആയി വരുമ്പോൾ അവര് വഴി തെറ്റിക്കുകയാണ്. പാടി അപ്ലിഫ്റ്റ് ചെയ്തിട്ട് ഇവരുടെ കയ്യിലോട്ട് ഇട്ടുകൊടുത്തിട്ട് ഇറങ്ങി പോവാ. എന്തുവാ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ദൈവഭയം എന്ന് പറഞ്ഞൊരു ഇന്നത്തെ കാലത്ത് അത് ഇല്ലാത്തൊരു സംഭവമായി മാറിക്കൊണ്ട്. ദൈവത്തെ ആരും ഭയക്കുന്നൊന്നുമില്ല. ഇന്ന് എല്ലാവരും വയറ് സേവിക്കാൻ വേണ്ടി ഇങ്ങനെ ദൈവത്തിന്റെ പേരിൽ കൊണ്ട് യു ആർ സെല്ലിംഗ് ഗോഡ്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. യേശുക്രിസ്തുവിനെ വിറ്റ് ജീവിക്കുന്നവർന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ആ നിലയിൽ വലിയ കൺഫ്യൂസിംഗ് ആണ് ഇന്നത്തെ കാലം. ഈ ആത്മീയ ലോകം ശരിക്കും പറഞ്ഞാൽ വലിയൊരു കച്ചവട ഇതും കൂടിയായി മാറുക. എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടാത്ത, മുതൽ മുടക്കില്ലാത്ത ഒരു ബിസിനസ്സായിട്ട് പലതും മാറി. ആ നിലയിലുള്ള ആറ്റിറ്റ്യൂഡാണ് പലരും കാണിക്കുന്നത്. അപ്പോൾ ഈ സംഗീത ശുശ്രൂഷകരെ അവർ ആ നിലയിലാണ് അവിടെ പ്രയോജനപ്പെടുത്തുന്നത്. ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങളില്ലാതെ അവരുടെ മിനിസ്ട്രി നടക്കത്തില്ല. മ്യൂസിഷ്യൻസ് വേണം. മ്യൂസിഷ്യൻസിന്റെ ഒരു എക്സലൻസിൽ മാത്രം സർവൈവ് ചെയ്ത് പോകുന്ന മിനിസ്ട്രീസ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. മ്യൂസിഷ്യൻസ് ഇല്ലെങ്കിൽ അവിടെ ആള് വരത്തില്ല. അപ്പം നമ്മൾ വേണം, ലിറ്ററലി നമ്മളെ ഉപയോഗിക്കുകയാണ്. പിന്നെ പലയിടങ്ങളിലും നമുക്ക് നല്ല പേയ്മെന്റ് കിട്ടും. ഉള്ളത് ഞാൻ പറയാം, നല്ല പേയ്മെന്റ് കിട്ടും. പക്ഷെ നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പേയ്മെന്റ് ആണോ വേണ്ടത്, ദൈവമാണോ? കോംപ്രമൈസ് ചെയ്യേണ്ടത് വരും. നമ്മുടെ വിശ്വാസം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം ഏതാണ് എന്നുള്ളത് അവിടെ നമ്മുടെ വിലയിരുത്തലാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. ഏതാണ് വലുത്? കർത്താവാണോ വലുത്, അതോ ദുരുപദേശമാണോ? കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ വാസ്തവമായിട്ട് വരുന്നുണ്ട്. ഈ അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഈ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് ഇളക്കിപ്പെരുപ്പം ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ, അങ്ങനെ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾക്ക് ഒരു പുട്ടിന് പീര തേങ്ങ ഇടുന്നത് പോലെ ഒരു ഫീലിംഗ് കൊടുക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു വലിയ
നടക്കുന്ന ഒരു സമയമാണിത്. അപ്പം ഞാൻ ലൈവിലെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒരു മെയിൻ പ്രാസംഗികൻ പോലും കർത്താവിനെയോ കർത്താവിന്റെ ക്രൂശിനെയോ രക്ഷയോ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് പ്രോസ്പെരിറ്റി, ഹീലിംഗ്, നിങ്ങളുടെ കടഭാരം, ഇത് മാത്രമാണ് പ്രസംഗിക്കപ്പെടുന്നത്. അവിടെ ആകെ കർത്താവിന്റെ ക്രൂശിനെ പറ്റി പ്രസംഗിച്ച് കേട്ടത്, സംസാരിച്ച് കേട്ടത് അവിടുത്തെ പാട്ടുകാരാണ്. പാട്ടുകളുടെ ഇടയിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഞാനും ശ്രുതിയും കൂടെ ഇതെന്തോ സംഭവിക്കുന്നത്, ഇത്രയും ജനം കൂടി വരുന്ന ഒരു വലിയ വലിയ മീറ്റിംഗ്, ആൻഡ് ഇത്രയും, കാരണം അതിന്റെ ലൈവിൽ തന്നെ ലക്ഷങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഒരു തവണ പോലും കർത്താവിന്റെ ക്രൂശിനെ പറ്റി ഒരു തവണ പോലും പ്രസന്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ഇടയിൽ നടക്കുന്ന വലിയൊരു അപജയമാണത് എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തിൻ്റെ കാതലായ സത്യങ്ങൾ മറക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നില്ല, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നില്ല. ഞങ്ങളൊക്കെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ അപ്പം നിരീശ്വരവാദികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണെങ്കിലും മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണെങ്കിലും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു ക്രൂശിക്കപ്പെട്ടു, അതിൻ്റെ തെളിവുകൾ കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞങ്ങളിത് ചെയ്യുമ്പോൾ നമ്മുടെ കൺവെൻഷൻ വേദികളിൽ നമ്മുടെ ഏറ്റവും കാതലായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയുന്നില്ല എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ പോലെ പാട്ടാണ് അല്പം ഭേദം. കാരണം ഏതെങ്കിലും ഒരു പാട്ടിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്, പറയും പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പാട്ടുകൾ ഇടയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ആശ്വാസം. പിന്നെ ജനങ്ങൾക്ക് വേണ്ടത് അതാണെന്നുള്ളതല്ല, ജനങ്ങൾക്ക് വേണ്ടത് അതാണെന്നൊരു ബോധ്യത്തിലേക്ക് ഈ പ്രസംഗകർ അവരെ എത്തിച്ചു. അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നത്? പാട്ട് പാടാനൊക്കെ കൈയടിക്കണം, ഇത് പറഞ്ഞാലേ കൈയടി കിട്ടത്തുള്ളൂ. അങ്ങനെ ജനം കൈയടിക്കണം, കൈയടിച്ചേ തീരൂ. അതാണ് ആരാധന. വളരെ വിഷമം തോന്നും. നമ്മള് തന്നെ, ഞാൻ ചില സമയത്ത് ചില പാട്ടുകൾ പ്രസന്റ് ചെയ്ത് വികാരഭരിതനായി കർത്താവിന്റെ മരണത്തെ പറ്റി, കർത്താവിന്റെ ക്രൂശിലൂടെ നമുക്ക് കിട്ടിയ രക്ഷയെ പറ്റി സംസാരിക്കുമ്പോഴും ജനം ഇങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ചൊരു കാര്യമില്ല. നമ്മളെന്തിനാ വാല്യൂ ചെയ്യുന്നത്? നമ്മളെ ഇന്നത്തെ കാര്യങ്ങൾ, നമ്മുടെ ഭൗതിക കാര്യങ്ങൾ ആണ് ഇപ്പൊ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അത് കാര്യങ്ങൾ നടത്തി തരാൻ ഒരാൾ വേണം, അത് ദൈവം. അങ്ങനെ മാത്രമാണ് ഇന്നത്തെ ജനം. അതെ അതെ, നമ്മള് അങ്ങനെയാണെങ്കിൽ മറ്റ് മതങ്ങളുമായിട്ട് നമുക്ക് വ്യത്യാസമൊന്നുമില്ലല്ലോ. നമുക്കൊരു രക്ഷകനുണ്ട്, രക്ഷകൻ നൽകുന്ന ഇറ്റേണൽ ലൈഫുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രത്യാശയും നമ്മുടെ പ്രതീക്ഷയും. അതിനെക്കുറിച്ച് പറയാതെ മറ്റെന്തെല്ലാം പറഞ്ഞിട്ടും പാടിയിട്ടും എന്താണ് പ്രയോജനം? സുവിശേഷത്തിൻ്റെ ഒരു ആകത്തുക പാട്ടിലൂടെ പങ്കുവെക്കണമെന്ന് സഹോദരൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ പങ്കുവെച്ചില്ലെങ്കിൽ അത്തരം വേദികൾ അപ്രസക്തമാണെന്നും ചിന്തിക്കുന്നുണ്ട്, അല്ലേ? അത്തരം വേദികളിൽ, അങ്ങനെയുള്ള വേദികളിൽ പങ്കെടുക്കരുതെന്ന് കൂടി ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ അസോസിയേറ്റ് ചെയ്തെന്നും കൂടി ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഓരോന്ന് എടുത്തെടുത്ത് ചോദിക്കും. എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. ദൈവം ഉള്ളിടത്ത് മാത്രം ഞങ്ങളെ അയക്കണം, ദൈവം ഇല്ലാത്തടത്ത് ദൈവം അയക്കരുത്. ഞങ്ങളെ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ നമ്മുടെ വേദികൾ, നമുക്ക് പലരോടും നോ പറയാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഹാർഡ് ടു സേ നോ, ചിലരോട് പറയാൻ, ബട്ട് യു ഹാവ് ടു സേ നോ. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ നമ്മൾ നോ പറയണം. നമുക്ക് ദൈവത്തോട് ഇച്ചിരിയെങ്കിലും നീതി പുലർത്തണമെങ്കിൽ നമ്മൾ നോ പറഞ്ഞാൽ. അങ്ങനെ നോ പറഞ്ഞതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നഷ്ടമായിട്ട് കാണുന്നില്ല. നല്ല കുറെ ബന്ധങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനെ വേദികളിൽ അതിൽ വിഷമമുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്തത് റൈറ്റ് ആണെന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ അതൊന്നും കണക്കാക്കുന്നില്ല. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ വിഷമമുണ്ട്. ഇത്തരം വേദികൾ തിരസ്കരിച്ചതുകൊണ്ടാണോ നഷ്ടപ്പെട്ടത്? വേദികളും ചില കാര്യങ്ങളും, ചില ഓപ്പർച്യൂണിറ്റീസ് വരും, അതിനെ നോ പറയേണ്ടി വന്നു. ചില ഓപ്പർച്യൂണിറ്റി, ചില പാട്ടുകൾ പാടേണ്ടി വരും, അത് ഇന്ന മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ അതൊരു റോങ് സംഭവമാണ്, നോ പറയേണ്ടി വന്നു. പക്ഷെ നമ്മളുമായിട്ട് വളരെ ക്ലോസ് ആയി നിൽക്കുന്ന ആളിൽ ത്രൂ ആയത് ഈ ഓഫർ വരുന്നത്. അപ്പൊ നോ പറയുമ്പോഴത്തേക്കും അവരോടും നോ പറയാ, ഈ റിലേഷൻഷിപ്പിനോട് ഞാൻ ചിലപ്പോൾ നോ പറയേണ്ടതായിട്ട് വരും. വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ കൃത്യമായ നിലപാടുകൾ സഹോദരനുണ്ട് ഈ വിഷയങ്ങളിൽ. നിലപാടുകളുണ്ടല്ലോ, ആ നിലപാടുകൾ ഊന്നിയല്ലേ മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ ആ നിലയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്.
അപ്പം അതിന് വില കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം നിലപാടുകൾ ഉള്ളതുകൊണ്ടും ഈ ദുരുപദേശം പറയുന്ന വേദിയിൽ പോയി പാടില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു നിലപാടാണ്. അത് വലിയൊരു നിലപാടാണ്. അത് സംഗീതം എന്ന് പറയുന്നത് നമ്മൾ പെർഫോം ചെയ്യുന്ന കേവലം പെർഫോമൻസ് അല്ല, അതിനപ്പുറത്തേക്ക് അത് മിനിസ്ട്രിയാണ്, അത് ശുശ്രൂഷയാണ് എന്ന് കരുതുന്ന, അതുമാത്രമല്ല അവിടെ വരുന്ന ആളുകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ക്രിസ്തീയ ശുശ്രൂഷകനെ സംബന്ധിച്ച് അത് പാട്ടുകാരനായിക്കോട്ടെ പ്രസംഗകനായിക്കോട്ടെ ആ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം പിന്നെയും ചോദിക്കുകയാണ്, എന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ആ നിലയിലേക്ക് വളർന്നു വരുന്നവർക്ക് ആ നിലയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ആ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവരിലേക്ക് എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം പഠിപ്പിക്കുന്നത് അത് വേറെ വിലയാണ്. അതിന് ക്ഷമ നല്ലതുപോലെ വേണം. എനിക്ക് തീരെ കുറവാ കാര്യത്തില്. അപ്പം അങ്ങനെയുള്ള കറക്റ്റ് ആളുകളിലേക്ക് എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അവരെ ഇന്നിപ്പോ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, സൂമിൽ വന്ന് പഠിപ്പിക്കും. അപ്പൊ അതെല്ലാം വളരെ ആക്സസിബിൾ ആണ്. പക്ഷെ ഇവരെ ഒന്നും പലരും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ആളുകൾ വരുന്നുമില്ല, അത് കാര്യമല്ലേ. നമ്മുടെ കുട്ടികൾ ആ നിലയിൽ വരുന്നുമില്ല അല്ലേ, വേറൊരു നിലയിൽ പഠിക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത്, അങ്ങനെ ഒരു ഫെയിം കിട്ടാനൊക്കെയാണ് ശ്രമിക്കുന്നത്. അപ്പം ഒരു പാട്ട് യാഹേ നിങ്ങൾ പാടുന്ന ആ പാട്ടില്ലേ, അതൊന്ന് പാടാമോ? മുഴുവൻ പാടണ്ട. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില, നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില, നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇമ്മാനുവൽ ഹെൻറിയാണ്. വളരെ മനോഹരമായി തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞെന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു. ക്രിസ്തീയ സംഗീതത്തെ ഒരു ശുശ്രൂഷയായിട്ട് തന്നെ പരിഗണിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ പാട്ട് കേൾക്കാനായിട്ട് വരുന്ന ആളുകൾ അവരോടുകൂടി നമ്മൾ ഒരു അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. പാട്ട് പാടാനായിട്ട് പോകുന്ന ആളുകൾ അത് ശ്രദ്ധിക്കണം, ദുരുപദേശം പറയുന്ന വേദികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം, അങ്ങനെ സഹകരിക്കുന്നവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വളരെ സന്തോഷിപ്പിച്ചു. അത്തരം കാര്യങ്ങൾ ഇനിയും തുടരട്ടെ. ക്രൈസ്തവ കൈരളിക്ക് അദ്ദേഹം ഒരു മുതൽക്കൂട്ടായിട്ടിരിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനും ആളുകളെ ക്രിസ്തുവിലേക്ക് നടത്തുവാനും, ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ എന്താണ്, പാട്ട് പാടുന്നതിലൂടെ ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, ക്രിസ്തുവിൽ ഉള്ള പ്രസിദ്ധി ആ നിലയിൽ ആളുകളെ സ്വാധീനിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.